സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് നമ്മൾ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ടാരോയോട് ചോദിക്കുന്നത്. പ്രപഞ്ചം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല തരത്തിലുമുള്ള ഒരുപക്ഷെ കടങ്ങൾ വാങ്ങിച്ചവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം. എല്ലാം കൂടി നിങ്ങളെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ ഭീഷണമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് നിലവിലുണ്ട്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ കൂടി ഒരു സമ്പാദ്യത്തിനുള്ള പണസമ്പാദ്യത്തിനുള്ള എന്തോ ഒരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. എന്തോ ഒരു ആശയം നിങ്ങൾക്ക് അടുത്ത് തന്നെ, ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു പുതിയ മാർഗം, ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് ഡീലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു പാഷനുണ്ട്. ഇപ്പം നിങ്ങൾ പിന്തുടർന്ന് വരുന്ന ജോലി ആയിരിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പാഷൻ, വളരെ ഒരു തീവ്രമായൊരു പാഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പാഷൻ കണ്ടെത്തുന്നതിനാണ് പറയുന്നത്. കിങ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങളോട് പാഷൻ പിന്തുടരാൻ തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുകയും വേണം. ആ ഒരു ആശയത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാനസികമായ സന്തോഷം ഉണ്ടായിരിക്കും, വളരെയധികം ജീവിതത്തിൽ പുരോഗതി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ ഈ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും. നിങ്ങൾക്ക് ഉള്ളിലൊരു മടി ഉണ്ട്, ഒരലസതയുണ്ട് ഉള്ളിൽ. ആ അലസത നിങ്ങൾ മാറ്റിക്കളയണം. ആദ്യം ആ അലസത മാറ്റിക്കളയണം. അത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഉയർച്ചയിൽ, സാമ്പത്തിക ഉയർച്ചയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.